എടാ പൊന്നെ ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് നോക്കി വെച്ചോട്ടെ. ഇതാണ് കേട്ടോ ചെറിയ എണ്ണപ്പനയുടെ തൈ. ഇതിൻ്റെ അകത്താണ് ഈ കറുത്ത കായകളൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമല്ലേ. പക്ഷെ മൂത്ത കായയാണെങ്കിൽ ഈ വലിയ എണ്ണപ്പനയുടെ ചോട്ടിയത് ഞാൻ കുറച്ച് പിറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിക്കാമെന്ന് ഞാൻ കരുതി കേട്ടോ. അങ്ങനത്തെ ഇഷ്ടംപടി കായകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ ഞാൻ 2-3 എണ്ണം പിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് കാമ്പിന് കുറച്ച് കട്ടിയായതുകൊണ്ട് ഞാനാണ് ഈ ഒരു ചിറ്റിക എടുത്തിട്ടാണ് കേട്ടോ ഇടിച്ച് പൊട്ടിക്കുന്നത്. ശരിക്കും ഒരു തേങ്ങ ഇരിക്കണ പോലെ ഇല്ലേ ഗായ്സ്. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും തേങ്ങയുടെ കാമ്പ് പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കണത്. അപ്പോൾ ഇത് കണ്ടോ ചതച്ചെടുത്തപ്പോൾ നോക്കിക്കുക. അല്ലാണ്ട് നമുക്ക് ഇത് കടിച്ച് പൊട്ടിക്കാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ. പക്ഷെ എന്നാലും കടിച്ചൊക്കെ പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിത് പെറുക്കിക്കൊണ്ട് പോയിരുന്നു. എന്നിട്ട് ഇൻ്റർവെല്ലിന് ഇത് ഇടിച്ച് പൊട്ടിച്ച് ചുമ്മാ ചവച്ചുകൊണ്ട് ഇറക്കും കേട്ടോ. ശരിക്കും ഇതിനൊരു പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലി കൊണ്ടാണ് കേട്ടോ ഗായ്സ്, ഈ തൊണ്ട് കൊണ്ടാണ് ഇത് ഫിൽറ്റർ ചെയ്തും പല പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ പാം ഓയിൽ എടുക്കണത് കേട്ടോ. ഇത് ശരിക്കും ഇതിനൊരു പാം ഓയിലിൻ്റെ ചെറിയൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ കഴിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ ഗായ്സ്. ശരിക്കും തേങ്ങ പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. കുറച്ച് പക്ഷെ കട്ടിയുണ്ട് കേട്ടോ. കുറച്ച് അധികം കട്ടിയുണ്ടെന്ന് വേണം പറയാൻ. ഞാൻ കടിക്കണം കാണുമ്പോഴേ അറിയാം ഇത് കുറച്ച് കട്ടിയുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു നൊസ്റ്റു തന്നെയാണിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കാണിക്കുന്നുണ്ട്. ശരിക്കും തേങ്ങയുടെ പിക്ചർ പോലെ ഇല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.